നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മലയാളത്തിൻ്റെ റിവിഷൻ ക്ലാസ് ആണ്. നമ്മുടെ LDC മെയിൻസിൻ്റെയും ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെയും സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക് വൈസ് ആയിട്ട് PSC മുൻവർഷം ചോദിച്ച ചോദ്യങ്ങളും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളും വിശദീകരണങ്ങളും അടങ്ങിയൊരു സെഷനാണ്. നമ്മുടെ 45 ഡേയ്സ് മിഷനിൽ വരുന്ന ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മലയാളത്തിൻ്റെ സിലബസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. പദശുദ്ധി, വാക്യശുദ്ധി, ഒറ്റപ്പദം, പര്യായം, വിപരീതം എന്ന് പറഞ്ഞിട്ട് കുറേ ടോപ്പിക്കുകളുണ്ട്. അപ്പം അതിൻ്റെ എല്ലാத்தைയും നമുക്ക് കുറച്ച് മിക്സ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. കാൽമുട്ട് വരെ നീണ്ട കൈയുള്ളവൻ ഒറ്റപ്പദം എഴുതുക. കാൽമുട്ട് വരെ നീണ്ട കൈയുള്ളവൻ. PSC മുൻവർഷം ചോദിച്ചൊരു ചോദ്യമാണ്. ഓപ്ഷൻസ് നോക്കാം. അതിബാഹുകത്വം, ബാഹുലേയൻ, കരതലാമലകം, ആജാനുബാഹു. അപ്പോൾ കാൽമുട്ടുവരെ നീണ്ട കൈയുള്ളവൻ ആരാണ്? ആജാനുബാഹു. ആജാനുബാഹു ആണ്. ആജാനുബാഹു. അപ്പോൾ അതിബാഹുകത്വം എന്ന് പറഞ്ഞാൽ എന്താ? ബാഹുകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുരങ്ങൻ. ബാഹുകൻ, കുരങ്ങൻ. അപ്പോൾ ബാഹുകത്വം എന്ന് പറഞ്ഞാൽ കുരങ്ങന്റെ സ്വഭാവം. അതിബാഹുകത്വം കുരങ്ങന്റെ സ്വഭാവം കുറച്ചും കൂടെ അധികം കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ബാഹുകൻ എന്ന് പറഞ്ഞാൽ കുരങ്ങൻ, ബാഹുകത്വം എന്ന് പറഞ്ഞാൽ കുരങ്ങന്റെ സ്വഭാവം, അതിബാഹുകത്വം അതിയായ കുരങ്ങിന്റെ സ്വഭാവം കാണിക്കുന്നത്. ഓക്കെ. ബാഹുലേയൻ ആരാ? മുരുകനാണ്. ബാഹുലേയൻ. ആ വാക്കിന്റെ അർത്ഥം അനേകം സ്ത്രീകൾ പോറ്റിയവൻ എന്നാണ്. മുരുകൻ. കരതലാമലകം, കരതലത്തിലെ നെല്ലിക്ക. കരതലത്തിലെ നെല്ലിക്ക, അതാണ് കരതലാമലകം. അപ്പോൾ കാൽമുട്ട് വരെ നീണ്ട കൈയുള്ളവൻ ആരാ? ആജാനു ബാഹു. ഒറ്റപ്പദം ആജാനു ബാഹു ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഡെയിലി എക്സാംസ് പ്രാക്ടീസ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് രസകരമായിട്ട് എക്സാംസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ ഗെയിമിൻ്റെ രൂപത്തിൽ ഒരു കോമ്പറ്റീഷൻ പോലെ നിങ്ങൾക്ക് എക്സാംസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം. PSC ചലഞ്ചർ. ഈ ആപ്പിൽ നമുക്ക് ലൈവായിട്ട് മറ്റു ഉദ്യോഗാർത്ഥികളുമായിട്ട് ചലഞ്ചസിൽ ഏർപ്പെടാൻ പറ്റും. ഒരു ഗെയിം കളിക്കുന്ന ലാഘവത്തോടു കൂടി PSC ചോദ്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ പഠിച്ചു പോകുന്ന ഒരു ആപ്പാണ് PSC ചലഞ്ചർ. ഒരുപാട് ചോദ്യങ്ങൾ അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, പോയി ചെക്ക് ചെയ്യുക. ഓക്കെ. അടുത്തത് ദശരഥന്റെ പുത്രൻ. ദശരഥന്റെ പുത്രൻ ഒറ്റപ്പദം എഴുതുക. ഓപ്ഷൻസിലോട്ട് നോക്കാം. ദാശരഥി, ദശവീരൻ, ദശഗ്രീവൻ, ദക്ഷൻ. അപ്പോൾ അറിയാത്ത ഒരാൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോവും. ഏതാ? ദശവീരൻ മനസ്സിലേക്ക് വരാം. അതൊന്നും അല്ലാതെ കുറച്ചും കൂടെ ബുദ്ധി പ്രയോഗിച്ചാൽ ദക്ഷൻ എന്ന് തോന്നാം. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ കിട്ടും. ദശരഥന്റെ പുത്രൻ ദാശരഥിയാണ്. ദശരഥന്റെ പുത്രൻ ആരാണ്? ദാശരഥി. സുമിത്രയുടെ പുത്രൻ സൗമിത്രൻ. സുമിത്രയുടെ പുത്രൻ സൗമിത്രൻ. വസുദേവന്റെ പുത്രൻ വാസുദേവൻ. വസുദേവന്റെ പുത്രൻ വാസുദേവൻ. ജനകന്റെ മകൾ ജാനകി. ജനകന്റെ മകൾ ജാനകി. വീരസേനന്റെ പുത്രൻ വൈരസേനി. വീരസേനന്റെ പുത്രൻ വൈരസേനി. എന്നാൽ മകളുടെ മകളെ എന്താണ് പറയുന്നത്? മകളുടെ മകൾ അല്ലെങ്കിൽ പുത്രിയുടെ പുത്രി ദൗഹിത്രി. എന്താണ്? ദൗഹിത്രി. ദൗഹിത്രിയാണ് പുത്രിയുടെ പുത്രി അല്ലെങ്കിൽ മകളുടെ മകൾ. എന്നാൽ മകളുടെ മകൻ ആരാണ്? ദൗഹിത്രൻ. ദൗഹിത്രി, ദൗഹിത്രൻ. അപ്പോൾ മകളുടെ മകൻ അല്ലെങ്കിൽ പുത്രിയുടെ പുത്രൻ ആരാണ്? ദൗഹിത്രൻ. തിരിച്ച് മകന്റെ മകളെ എന്താ പറയുന്നത്? പൗത്രി. പൗത്രി എന്നാണ് മകന്റെ മകളെ അല്ലെങ്കിൽ പുത്രന്റെ പുത്രി പൗത്രി. അപ്പൊ പുത്രന്റെ പുത്രനോ? പൗത്രൻ. ഓക്കെ. അപ്പൊ മകളുടെ ഭർത്താവിനെ എന്താ പറയുന്നത്? ജാമാതാവ്. മകളുടെ ഭർത്താവ് ജാമാതാവ്. ജാമാതാവ്.
സഹോദരിയുടെ ഭർത്താവിനെ സ്യാലൻ എന്നാണ് പറയുന്നത്. സ്യാലൻ, മനസ്സിലായോ? അപ്പോൾ മകളുടെ ഭർത്താവിനെ ജാമാതാവെന്നും സഹോദരിയുടെ ഭർത്താവിനെ സ്യാലൻ എന്നാണ് പറയുന്നത്. പുത്രന്റെ ഭാര്യയെ എന്താ പറയുന്നത്? സ്നുഷ. സ്നുഷ, സ്നുഷയാണ് പുത്രന്റെ ഭാര്യ, സ്നുഷ. ഓക്കെ, അപ്പോൾ ഇത്രയും ഒറ്റപ്പദം ഒന്ന് ഓർത്തിരിക്കാം. അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ദശരഥന്റെ പുത്രൻ ദാശരഥി. ഓക്കെ, അടുത്ത ചോദ്യം. കാഷ്വൽ ലീവ് എന്ന പദത്തിന്റെ മലയാളം എന്താണ്? ഓഫീസുകളിലൊക്കെ നമ്മൾ CL മാർക്ക് ചെയ്യാറുണ്ട്. ഒരു ദിവസം ലീവ് എടുക്കുമ്പോൾ നമ്മൾ CL മാർക്ക് ചെയ്യാറുണ്ട്. അതാണ് കാഷ്വൽ ലീവ്. അപ്പോൾ കാഷ്വൽ ലീവിന്റെ മലയാളം എന്താണ്? ഓപ്ഷൻസ് നോക്കിക്കേ. ആർജിത അവധി, ആകസ്മിക അവധി, അനാവശ്യ അവധി, അല്പദിവസ അവധി. അപ്പോൾ CL എടുക്കുന്നത് എന്തെങ്കിലും നമുക്ക് ഒരു എമർജൻസി വരുമ്പോഴാണ്. അപ്പോൾ ആകസ്മികമായിട്ട് എന്തെങ്കിലും വന്നു ചേരുമ്പോഴാണ് നമ്മൾ CL എടുക്കുന്നത്, അല്ലേ? ഏതാണ്? കാഷ്വൽ ലീവ് എടുക്കുന്നത്. അത് ആകസ്മിക അവധിയാണ്. എന്താണ്? ആകസ്മിക അവധി. അപ്പൊ എന്താണ് കമ്മ്യൂട്ടഡ് ലീവ്? കമ്മ്യൂട്ടഡ് ലീവ് എന്ന് പറഞ്ഞാൽ പരിവർത്തിത അവധി. പരിവർത്തിത അവധിയാണ് കമ്മ്യൂട്ടഡ് ലീവ്. ഹാഫ് പേ ലീവ് അർത്ഥവേദന അവധി. ഹാഫ് പേ, പകുതി വേതനം, പകുതി സാലറി നമുക്ക് കിട്ടും. അതാണ് അർത്ഥവേദന അവധി. ലീവ് വിത്തൗട്ട് അലവൻസ് ശൂന്യവേദന അവധി. ലീവ് വിത്തൗട്ട് അലവൻസ്, അലവൻസ് ഒന്നും ഇല്ലാതെ ലീവ് എടുക്കുന്നത് ശൂന്യവേദന അവധി. വേതനം, വേതനം എന്ന് വെച്ചാൽ എന്താണ്? ശമ്പളം. അപ്പോൾ ശൂന്യവേദന അവധി എന്ന് പറഞ്ഞാൽ എന്താണ്? ലീവ് വിത്തൗട്ട് അലവൻസ് ആണ്. അപ്പോൾ നമ്മുടെ ചോദ്യം കാഷ്വൽ ലീവ് ആകസ്മിക അവധിയാണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം നോക്കാം. കിക്ക് ദ ബക്കറ്റ് മലയാള വിവർത്തനം എന്താണ്? കിക്ക് ദ ബക്കറ്റ്. ഓപ്ഷൻസ് നോക്കാം. ആസ്വദിക്കുക, മരിക്കുക, മുറിവേൽക്കുക, മൗനം പാലിക്കുക. കിക്ക് ദ ബക്കറ്റ്, മരിക്കുക. എന്താണ്? മരിക്കുക എന്നതാണ് മലയാള വിവർത്തനം. കണ്ണു വെട്ടിച്ചു രക്ഷപ്പെടുക എന്താണ്? ഗീവ് ദ സ്ലിപ്പ്. PSC മുൻ വർഷം ചോദിച്ചൊരു ചോദ്യമാണ്. കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടുക, ഗീവ് ദ സ്ലിപ്പ്. എ ഹോട്ട് പൊട്ടറ്റോ സങ്കീർണമായ പ്രശ്നം. വാഷ് ഡേർട്ടി ലിനൻ ഇൻ പബ്ലിക് 2017 ചോദിച്ചൊരു ചോദ്യമാണ് LDCക്ക്. വാഷ് ഡേർട്ടി ലിനൻ ഇൻ പബ്ലിക്, വിഴുപ്പലക്കുക. സ്റ്റാറ്റസ് കോ, സ്റ്റാറ്റസ് കോ പൂർവസ്ഥിതി അല്ലെങ്കിൽ തൽസ്ഥിതി എന്നൊക്കെ പറയും. സ്റ്റാറ്റസ് കോ. കാരിക്കേച്ചർ, കാരിക്കേച്ചർ എന്ന് വെച്ചാൽ എന്താ? തൂലികാ ചിത്രം. തൂലികാ ചിത്രമാണ് കാരിക്കേച്ചർ. പാമിസ്ട്രി, പാമിസ്ട്രി ഹസ്തരേഖാശാസ്ത്രം. ഹസ്തരേഖാശാസ്ത്രത്തിനെയാണ് പാമിസ്ട്രി എന്ന് പറയുന്നത്. ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ്, ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ് വിപരീതാർത്ഥ പ്രശംസ, വിപരീതാർത്ഥ പ്രശംസ. പ്രസൻസ് ഓഫ് മൈൻഡ്, പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് വെച്ചാൽ എന്താ? മനസ്സാന്നിധ്യം, മനസ്സാന്നിധ്യം, പ്രസൻസ് ഓഫ് മൈൻഡ്. ഹി പുട്ട് ഔട്ട് ദ ലാമ്പ്, ഹി പുട്ട് ഔട്ട് ദ ലാമ്പ് അവൻ വിളക്കണച്ചു, അവൻ വിളക്ക് അണച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും വിവർത്തനം ഒന്ന് നോക്കി വെക്കാം. അടുത്ത ചോദ്യം. തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം ഏത്? തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം വാക്യശുദ്ധിയാണ്. സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ ഓരോ കുട്ടികളും ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള ഭാഗം ഏതാണ്? സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ ഓരോ കുട്ടികളും ശ്രദ്ധിക്കണം. പറഞ്ഞു പോകുമ്പോൾ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല അല്ലേ? ഇവിടെ തെറ്റ് ഓരോ കുട്ടികളും എന്നുള്ളതാണ്. ഓരോ എന്ന് പറയുന്നത് ഏകവചന രൂപത്തിനെ അല്ലെങ്കിൽ ഒന്നിനെ കുറിക്കുന്ന പദമാണ് ഓരോ. അതിൻ്റെ കൂടെയും ഏകവചനമാണ് ചേർക്കേണ്ടത്. ഓരോ കുട്ടിയും, കുട്ടികളും എന്ന് പറയുന്ന ബഹുവചന പ്രത്യയമാണ്. അപ്പം അത് ചേർക്കാൻ പാടില്ല. ഓരോ കുട്ടിയും ശ്രദ്ധിക്കണം. ഓരോ കാഴ്ചകളും തെറ്റാണ്. ഓരോ കാഴ്ചയും. ഓരോ ആളുകളും തെറ്റാണ്. ഓരോ ആളും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വാക്യശുദ്ധിയിൽ ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം. പരീക്ഷാർത്ഥികൾ കൃത്യമായി ഹാളിലേക്ക് എത്തിച്ചേർന്നു. പരീക്ഷാർത്ഥികൾ കൃത്യമായി ഹാളിലേക്ക് എത്തിച്ചേർന്നു. ഇതിലൊരു വാക്ക് തെറ്റാണ്.
അതേതാണ്? എത്തിച്ചേർന്നു ഹാളിലേക്ക് പരീക്ഷാർത്ഥികൾ കൃത്യമായി. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള വാക്ക് ഏതാണ്? പരീക്ഷാർത്ഥികൾ. പരീക്ഷാർത്ഥികളാണ് തെറ്റായിട്ടുള്ള വേർഡ്. എങ്ങനെയാ കറക്റ്റായിട്ട് എഴുതുന്നത്? പരീക്ഷാർത്ഥികൾ. തായും ധായുമാണ് വേണ്ടത്. തായും ധായും. ഇവിടെ തന്നിരിക്കുന്നത് ദായും ധായുമാണ്. ദായും ധായും, അത് തെറ്റാണ്. പരീക്ഷാർത്ഥികൾ. ഓക്കെ, PSC എപ്പോഴും ചോദിക്കുന്ന കുറച്ച് വേർഡ്സ് ഞാൻ പറയാം. അന്തഃഛിദ്രം. അന്തഃഛിദ്രം, ഇതാണ് കറക്റ്റായിട്ട് അന്തഃഛിദ്രം എന്നെഴുതുന്നത്. അന്തഃഛിദ്രം. അസന്നിഗ്ധം എങ്ങനെ എഴുതുന്നത്? അസന്നിഗ്ധം. അസന്നിഗ്ധം, ഇങ്ങനെയാണ് അസന്നിഗ്ധം എന്ന് എഴുതുന്നത്. പ്രീവിയസ് ചോദ്യമാണ് അസന്നിഗ്ധം. 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 സന്യാസി എങ്ങനെ എഴുതുന്നത്? നമ്മൾ കണ്ടിട്ടുള്ള സന്യാസി എന്ന് പറയുന്നത് ഇതാണല്ലേ, അത് തെറ്റാ. സന്യാസി. സന്യാസി. സർവവും ന്യസിച്ചവൻ ആരോ അവൻ സന്യാസി. സർവവും ന്യസിച്ചവൻ ആരോ അവൻ സന്യാസി. ഇനി ലൗകികം. ലൗകികം. ലൗകികം, കീകം ഇല്ല, ലൗകികം. ഭൗതികം. ഭൗതികമില്ല, ഭൗതികം. ഐഹികം. ഐഹികമില്ല, ഐഹികം. ഓക്കെ, ഇതൊക്കെ PSC എപ്പോഴും ചോദിക്കാറുള്ളത്. പിന്നെ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമുണ്ട് നിഘണ്ടു. നിഘണ്ടു. നിഘണ്ടു പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, നിഘണ്ടു. ഓക്കെ, അപ്പോൾ ചോദ്യം മനസ്സിലായല്ലോ. പരീക്ഷാർത്ഥികളാണ് ഇവിടെ തെറ്റായിട്ടുള്ള വേർഡ്. പരീക്ഷാർത്ഥികൾ എന്ന് കറക്റ്റായിട്ട് ഇങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പദശുദ്ധി നോക്കി, വാക്യശുദ്ധി നോക്കി, ട്രാൻസ്ലേഷൻ നോക്കി, പരിഭാഷ നോക്കി, അതുപോലെ ഒറ്റപ്പദം നോക്കി. ഓക്കെ, കുറച്ചൊക്കെ ക്ലൂസും ടിപ്സും ഒക്കെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആപ്പ് മറക്കണ്ട, PSC ചലഞ്ചർ നന്നായിട്ട് തന്നെ പഠിച്ചോളാം. വീണ്ടും കാണാം. താങ്ക് യു.